ഹലോ കൂട്ടുകാരെ, ഞാനും ഇച്ചായനും നാത്തൂനും കൂടെ കൂടിക്കുണ്ട്. ഞങ്ങൾ മൂന്നുപേരും ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഇയർ എൻഡ് അല്ലേ, അപ്പോൾ ഞങ്ങളിങ്ങനെ പോകാനായിട്ട് മക്കളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ കൂടി. ഞാനതൊന്നും മൈൻഡിലെടുക്കാതെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തതാ. ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങളങ്ങനെ സ്മാർട്ട് ബസാറിലെത്തി. അപ്പോൾ അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാന്ന് വെച്ചാൽ ഇവർ ചർച്ചിൽ ചെറിയ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ട ഗിഫ്റ്റും കാര്യങ്ങളും അങ്ങനെ ഞാനും നാത്തൂൻ്റെ കുഞ്ഞു ആങ്ങളെയും പിന്നെ എൻ്റെ മക്കളും ഞാനും കൂടെ ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഒരു ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇട്ടായിരുന്നു. അപ്പം ഞങ്ങൾ ന്യൂ ഇയറിന് ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം നാത്തൂനോട് എൻ്റെ കുഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, മോളാണ് എനിക്ക് ഗിഫ്റ്റ് തരാൻ, എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് അവളാണ്. അപ്പോൾ അമ്മ അറിയാതെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പം നാത്തൂൻ അങ്ങനെ പെട്ട് കിടക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇങ്ങനെയെല്ലാം തപ്പിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ കാണാതെ വാങ്ങിക്കണമല്ലോ. അപ്പം ഞങ്ങൾ ഇതെല്ലാം പരക്കം പാഞ്ഞ് കഷ്ടപ്പെട്ട് വാങ്ങിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ കാണാനില്ല കേട്ടോ. ഇതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ ആൾ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നു. ഞങ്ങൾ വെച്ചാൽ അവിടെ പോയി നിൽച്ചു. അന്നേരം പറഞ്ഞു ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ ഒരു ഡൽഹി ക്യാരറ്റൊക്കെ കണ്ടപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. അത് വാങ്ങിച്ചു. നോർമൽ ക്യാരറ്റൊക്കെ കണ്ടു. അവരുടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡൽഹി ക്യാരറ്റാന്ന്. അതുകൊണ്ട് എനിക്കങ്ങനെ മനസ്സിലായി. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വിശക്കുമായിരുന്നത്. കന്നഡയിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഹോട്ടലിൽ കയറി. അപ്പോൾ ഇവർ പുലാവ്, ഈ അരിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ പുലാവ് എന്ന് പറഞ്ഞ സാധനം. നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്. ഞാൻ പിന്നെ എവിടെ പോയാലും ഇഡ്ഡലി വടയ്ക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതെല്ലാം കഴിച്ചിട്ട് അപ്പം നേരെ ഞങ്ങൾക്ക് ബാക്കിയൊന്നും വാങ്ങിക്കാനുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് ഒറ്റ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ ബജാറിൽ കയറി അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നേക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞു എപ്പോഴും ഞാൻ കണ്ണു തുറന്നിരിക്കുന്നില്ല, ഉറങ്ങുവാന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. എനിക്കോളാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുത്ത് തീർന്നു നിർത്തേണ്ട ആൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതാണ് അവിടെ ചിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യണം മോള് വരുന്നതിന് മുമ്പ്. അപ്പോൾ അവൾ കാണല്ലോ. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്തായാലും ഞാൻ സാധനം വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്തില്ലല്ലോ, പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൾ ഇതായപ്പോൾ പാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കക്ഷി, ഞങ്ങൾ ഒളിപ്പിക്കാൻ നോക്കിയ കക്ഷി എത്തിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. പുള്ളിക്കാരത്തിക്ക് ഉച്ച വരെ ഉള്ളതുകൊണ്ട് അങ്ങനെ പുള്ളിക്കാരത്തി എത്തി. അങ്ങനെ അവിടെ നിന്നെല്ലാം വാങ്ങിച്ചു. അങ്ങനെ ഇവരെ ഞങ്ങൾ കൊണ്ടുപോയി നാത്തൂൻ്റെ വീട്ടിലേക്കാക്കി. അപ്പം ന്യൂ ഇയറിന് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാമെന്ന് വെച്ചു. ചിക്കൻ വാങ്ങിക്കാമെന്ന് വെച്ചപ്പോൾ വേണ്ട, എന്നാൽ കുറച്ച് ഫിഷ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫിഷ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഞാൻ വാങ്ങിക്കാൻ വരുമ്പോൾ ഈ മീനെ ഞാൻ കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ 43 കിലോ ഉണ്ട് തെരണ്ടി. നമ്മുടെ നാട്ടിൽ തെരണ്ടി, ഇവിടെ തുറക്കി എന്നൊക്കെ പറയും കന്നഡയിൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അടുത്ത വീഡിയോയിൽ കാണാം പുതിയ വിശേഷങ്ങളായിട്ട്. ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും അപ്പം അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടിൽ ദാറ്റ് ബൈ ബൈ, ടേക്ക് കെയർ, ഓൾ ഗോഡ് ബ്ലെസ് യു.